ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് ഹവാസിന്റെ കോബ്ര, പിന്നെ ഒരു ബ്രാൻഡ് ബെർഗാമോ. പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. EDP ആണ് വരുന്നത്. 75 ml ഉണ്ട്. RRPF എന്തോ ആണ് അതിൻ്റെ പേര്. ഇത് ഒരു നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഓർത്തോ പാരീസി ബെർഗാമസ്ക് ആണെന്ന് തോന്നുന്നു. ആ ഒരു പെർഫ്യൂം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു ഇൻസ്പയർഡ് വെർഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ്. വാങ്ങിയിട്ട് ഏകദേശം 1 മാസമായി ഞാനത് മാസ്റ്ററേഷൻ ചെയ്യാൻ വെച്ചു. ആദ്യത്തെ ഒരു കുത്തലൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഇപ്പോൾ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഹവാസ് കോബ്ര വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ശരിക്കും ഇത് വാങ്ങി വെച്ച കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പം ഇന്ന് ഞാൻ ഷെൽഫ് നോക്കിയപ്പോഴാണ് ഈ സാധനം ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഇന്നല്ല 2-3 ദിവസം മുമ്പ് ഞാനിത് ട്രൈ ചെയ്തു. ഇപ്പോൾ ഈ 2-3 ദിവസം ഇപ്പോൾ മഴ ഇത്തിരി മഴ വീണ്ടും കൂടിയിട്ടുണ്ട്. അതിന് മുമ്പ് നല്ല വെയിലായിരുന്നു ഈ ഭാഗത്തൊക്കെ. ആ വെയിൽ സമയത്ത് ഉപയോഗിച്ച ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഞാനൊരു പെർഫ്യൂം എൻ്റെ സ്ഥലത്തുനിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തായിരുന്നു എനിക്കൊരു കൊറിയർ വന്നത്. പോയി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതാണ് അടിച്ചിട്ട് പോയത് വെയിലത്ത്. എനിക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിൽക്കും എന്നുള്ളത്. ഇപ്പോൾ പെർഫ്യൂം ഹവാസ് കോബ്ര. ഇപ്പോൾ ഹവാസ് ഒരുപാട് സീരീസ് പിറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആഴ്ചയിലാണ് അവർ പെർഫ്യൂംസ് റിലീസ് ചെയ്യുന്നത്. ബോക്സിനെ കുറിച്ചൊന്നും സംസാരിച്ച സമയങ്ങളെ താല്പര്യമില്ല. നമുക്കറിയാവുന്ന ബോക്സൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു പൂർണ്ണമായും ബ്ലാക്കും ബ്രൗണും ചേർന്ന ഒരു ഫിനിഷ് ഫോർ ഹിം കോബ്ര എന്ന് കൊടുത്തിട്ടുണ്ട്. റസസി ഹവാസിന്റെ ക്യാപ്പും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്നുമില്ല. ബോക്സിനെ കുറിച്ച് പറയാനും ബോട്ടിനെ കുറിച്ച് പറയാനും പ്രത്യേക വീഡിയോയുടെ സമയം നീളുന്നല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി ഇതിന്റെ പ്രൊഫൈൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് സിട്രസ്, ഫ്രഷ് സ്പൈസി, മസ്കി, വുഡി, ഗ്രീൻ, പൗഡറി, ആംബർ, സിനമൺ, വാം സ്പൈസി. നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ ജിഞ്ചർ, ബെർഗാമോ, ടാഞ്ചറിൻ, മിഡിൽ നോട്ടിൽ ഗ്രീൻ ടീ, സിനിമൺ, നെറോളി, ബേസ് നോട്ടിൽ മസ്ക്, വുഡി നോട്ട്, ആംബർ. ഇത് ഹൈപ്പ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് എന്തിൻ്റെ ക്ലോണാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കൊരു പെർഫ്യൂം മനസ്സിൽ ഓർമ്മ വന്നു. ഇത് മർവ, സോറി നമ്മുടെ ഇത് ഏതായിരുന്നു എൻ്റെ പേര്, LVയുടെ ഇമാജിനേഷൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പെർഫ്യൂം ഇറക്കിയത്. ഇപ്പം പലരും പറയുന്നത് ഇമാജിനേഷനുമായിട്ട് ഏകദേശം 95% സിമിലാരിറ്റി ഉള്ള ഒരു പെർഫ്യൂമാണ് ഇതെന്നാണ് പറയുന്നത്. നോക്കാം ഇനി മറവയുമായി എത്രത്തോളം സാമ്യമുണ്ടെന്ന് ഞാൻ പറയാം, എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം. സ്പ്രെയർ, നല്ല സ്പ്രെയർ. മറവ ഓപ്പൺ ആകുന്നത് ഗ്രീൻ ടീയുടെ നോട്ട് മാത്രമാണെങ്കിൽ ഇതിൽ ഗ്രീൻ ടീയോടൊപ്പം ജിഞ്ചറിന്റെ, ഇഞ്ചിയുടെ ഒരു മണവും കൂടി ഓപ്പണിംഗ് ആവുന്നുണ്ട്. അതോടൊപ്പം ടാഞ്ചറിന്റെ ഒരു നോട്ട്. ആ ഇമാജിനേഷന്റെ ഒരു ഫ്രഷ് ഗ്രീൻ ടീ ഹെർബൽ ആ ഒരു സ്മെൽ. നിങ്ങൾക്ക് ഇമാജിനേഷന്റെ മണം അറിയാം. മർവ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം പ്രധാനമായും ഗ്രീൻ ടീ, ജിഞ്ചർ, ടാഞ്ചറിൻ, ഓറഞ്ചും ഗ്രീൻ ടീയും ഇഞ്ചിയും ചേരുമ്പോൾ ഒരു മണമാണ് ഈ പെർഫ്യൂമിൻ്റേത്. ഡ്രൈഡോണിൽ വരുമ്പോൾ നല്ലതുപോലെ മിൻറ്റിൻ്റെ മണം, മിൻറ്റും നെറോലയാണ് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന മണം. ഇതിലെ പെപ്പർമിൻറ്റ്, കർപ്പൂര തുളസി അല്ലെങ്കിൽ പുതിന ചെടി എന്നൊക്കെ പറയാറുണ്ട്. ആ കർപ്പൂര തുളസിയുടെയും ഒരു നാച്ചുറൽ ഹെർബൽ കർപ്പൂര തുളസിയുടെ ഒരു മണം ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഓപ്പണിങ് സിന്തറ്റിക് ആണ്. ഒരു കാര്യം പറയാം, ഹവാസിന്റെ എല്ലാം തന്നെ സിന്തറ്റിക് ആണ്. അതിൽ യാതൊരു സംശയമില്ല. എല്ലാ വീഡിയോ ഞാൻ പറയുന്നൊരു കാര്യം സിന്തറ്റിക് ആണ്. നിങ്ങൾ സിന്തറ്റിക് ആണെന്നുള്ള പ്രതീക്ഷയോട് കൂടി വേണം നിങ്ങൾ അതിനെ ട്രൈ ചെയ്യാൻ. ഇതിലെ ഒരു പർട്ടിക്കുലർ നോട്ട്, ഞാൻ പറയാം, ഒരു മിൻറ്റിന്റെ മണം അതെനിക്ക് ഒരു ഇച്ചിരി നാച്ചുറലായിട്ട് തോന്നുന്നു, ഒരു തോന്നൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. എയറിൽ കൂടുതലും കിട്ടുന്നത് ഗ്രീൻ ടീയുടെ മണവും കർപ്പൂര തുളസി അല്ലെങ്കിൽ പുതിന ഇലയുടെ മണമാണ് കൂടുതലും കിട്ടുന്നത്. ഓറഞ്ചിന്റെ മണം ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷേ ഈ 2 നോട്ടാണ് പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ മണം? ഓറഞ്ച് അധികം ജിഞ്ചർ അധികം പുതിന ഇല ഇസിക്കൽ ടു ഹവാസ് കോബ്ര. മർവയുമായിട്ട് എത്രത്തോളം? മർവയിൽ ജിഞ്ചറിന്റെ നോട്ട് കുറവാണ്, അതുപോലെ തന്നെ പുതിന ഇലയുടെ ഒരു മണം കുറവാണ്. മർവ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ടീ, ഹെർബൽ, ഫ്രഷ്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, എക്സ്ട്രാ നോട്ടൊക്കെ ചേർത്തിട്ട് ഇറക്കിയ ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ മർവ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. ഹവാസിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ഹവാസിന്റെ ഒരു സീരീസിൽ കാണുന്ന പോലെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് നമുക്കറിയാൻ പറ്റും. പക്ഷെ കുറച്ച് ആ ഒരു ഓപ്പണിങ്ങിൽ മാത്രമേ ഉള്ളൂ. മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ മറവയിലുള്ളതിനേക്കാൾ എക്സ്ട്രാ നോട്ട് കൂടി ചേർത്ത് ആഡ് ചെയ്ത് കുറച്ചും കൂടി ഇത് ബീസ്റ്റ് മോഡായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മർവ ട്രൈ ചെയ്തിട്ട് പെർഫോമൻസ് ഇഷ്യൂ പറയുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ലോങ്ജിവിറ്റി 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെയാണ്, മാക്സിമം 7 മണിക്കൂർ പറയാം. 7 മണിക്കൂർ ഒരു സ്വീറ്റ് സ്പോട്ട്. 7 മണിക്കൂറാണ് ഫ്രഷ് പെർഫ്യൂം എന്നതിനെ സംബന്ധിച്ചിടത്തോളം. ബീസ്റ്റ് മോഡ്, ലോങ്ജിവിറ്റി ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 8 സ്പ്രേ. ഇത് ഗേൾസിന് നന്നായിട്ട് വർക്കൗട്ട് ആകും. അവർക്ക് ഒരു ഹെർബൽ മണം അല്ലെങ്കിൽ കുത്തലില്ലാത്ത മണം, തലചുറ്റലുണ്ടാക്കാത്ത മണം,
പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഫ്രഷ് ക്ലീൻ സ്മെല്ല് ഗേൾസിന് വളരെ ഇഷ്ടമുള്ള ഒരു മണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഓഫീസിൽ യൂസ് ചെയ്യാം, പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം, വെയിലത്ത് ഉപയോഗിക്കാം, ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഈ ഹവാസ് കോബ്ര. മറവ വാങ്ങിയിട്ട് പെർഫോമൻസ് ഇല്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ട്രൈ ചെയ്ത് നോക്കുക. 5 ml 10 ml ഡീക്കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷേ വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. പെർഫോമൻസ് വേണം, ലോങ്ജിവിറ്റി വേണം, ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു ഹൗസ് ഞാൻ ട്രൈ ചെയ്യുന്നത് തന്നെ. ഇതിൻ്റെ വില ഞാൻ പറയും. ഇതിന് വില ഏകദേശം എത്രയാണ്? 4 അടുപ്പിച്ചാണ് വില വരുന്നത്. ഇതിൻ്റെ വില എനിക്ക് അറിയത്തില്ല, എനിക്ക് മറന്നുപോയി. എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് എനിക്ക് വിട്ടുപോയി. ഇത് നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടിൽ ഡിസൈൻ കണ്ടല്ലേ? ബോട്ടിൽ ഡിസൈൻ ഓർത്തോ പാരീസിയുമായി വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. അത് 50 ml ആണെങ്കിൽ ഇത് 75 ml. ഇവിടെ മെറ്റൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസിൻ്റെ കളർ വരുന്ന ഓറഞ്ചാണ്. ബെർഗാമോ എന്ന ഒരു ഓറഞ്ചിൻ്റെ നോട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം നല്ല സ്പ്രേയർ. ഓപ്പണിങ്ങിൽ ഒരു ആൽക്കഹോളിൻ്റെ ഒരു മണം ഒന്ന് മാറട്ടെ. ബെർഗാമോ പ്ലസ് സ്പൈസസ്, അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം. ഇത്തിരി യുണീക്കാണ് ഈ പെർഫ്യൂം. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു മണമായിട്ട് ബന്ധമില്ലാത്തൊരു മണമാണ്. ബെർഗാമോ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു മണമല്ല ഇതിൻ്റെ. ഇത് വേറൊരു ടൈപ്പ് ഫ്രഷ് സ്മെല്ല. എങ്ങനെ പറയാം, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പിയേഴ്സ് സോപ്പില്ലേ, പണ്ടിറങ്ങിയ പിയേഴ്സ് സോപ്പിൽ ഓറഞ്ച് ഫ്ലേവർ കൂടി ചേർത്താൽ എന്തുണ്ടാവും? അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം. ഏതാണ്ട് ആ കളറും അങ്ങനെ തന്നെയാണ്. പിയേഴ്സ് സോപ്പിൽ ഓറഞ്ച് ചേർത്താലുള്ളൊരു മണം. എനിക്കിത് നന്നായിട്ട് വർക്കൗട്ടായി. ഒരു പെർഫ്യൂം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫ്രഷ് സ്മെല്ല്. നമ്മൾ ഫ്രഷിൽ തന്നെ പല വെറൈറ്റീസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു പെർഫ്യൂം കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൽ ഈ ഉണങ്ങിയ ഓറഞ്ച് ഉണ്ട്, പക്ഷേ ഓറഞ്ച് ഫ്രഷ് അല്ല, അല്പം ഉണങ്ങിയ ഓറഞ്ചിൻ്റെ ഒരു തൊലിയുടെ മണവും ഓറഞ്ചിൻ്റെ ഒരു ഫ്രഷ്നെസ്സും അതിൽ കുറച്ച് ഹെർബൽ നോട്ട് വരുമ്പോഴും പിന്നെ കുറച്ച് സോപ്പി ക്ലീൻ സ്മെല്ല്. ചുരുക്കി പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഈ പിയർ സോപ്പിൽ അല്പം ഓറഞ്ചിൻ്റെ ഫ്ലേവർ ചേരുമ്പോൾ ഒരു മണം. പിയർ സോപ്പിൻ്റെ മണം ഞാൻ പറയാൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അതിൽ അല്പം ഓറഞ്ചും കൂടെ ചേർത്ത് നോക്കും. അതാണ് ഈ പെർഫ്യൂമിൻ്റെ മണം. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതാണ് ഈ ഒരു പെർഫ്യൂം. പെർഫോമൻസ് 7 മണിക്കൂർ തന്നെയാണ് ഇതിൻ്റെയും പെർഫോമൻസ്. രണ്ടും പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ആദ്യത്തെ ഒരു 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. നിങ്ങൾ എത്രത്തോളം സ്പ്രേ അടിക്കാം അത്രത്തോളം നല്ലതെന്ന് ഞാൻ പറയും. 8-10 സ്പ്രേ അടിക്കാം, ധൈര്യമായിട്ട് അടിച്ചോ, ഒരു കുഴപ്പമില്ല. യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റേത്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു DNA. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷ് പെർഫ്യൂമിൽ അല്പം യൂണീക്ക് ആയിട്ടുള്ള DNA വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. ഇത് അല്പം 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ചോളം നല്ലത്. കാരണം ഇത്തിരി മസ്കുലിനാണ് ഈ ഒരു പെർഫ്യൂം. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവസ്ഥ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. പ്രധാനമായും ഓഫീസിൽ ഉപയോഗിക്കുക. ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഔട്ട്ഡോർ വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം. ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. എന്നെ സംബന്ധിച്ച് ഫ്രഷ് പെർഫ്യൂമിൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു മണമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഇത്രയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. ഒമാൻ ലക്ഷറിയുടെ ഊദ് അക്ലേറി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. റീറ്റെയിൽ പാക്കാണ്. വില എത്രയാണ്? 17,500. ഇത് ഡൊമിനിക് റോപ്പിയൻ എന്നുള്ളൊരു മാസ്റ്റർ ക്ലാസ് പെർഫ്യൂമറുടെ വർക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ആവശ്യപ്പെടാൻ ഞാനിത് റിവ്യൂ ചെയ്യാം. ഞാനിത് ട്രൈ ചെയ്തിട്ടുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വാങ്ങുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു പെർഫ്യൂമിൽ എൻ്റെ അമ്മ പറഞ്ഞൊരു കോംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പെർഫ്യൂം അന്തരീക്ഷത്തിൽ ചന്ദനത്തടിയുടെ ഒരു മണം ഉണ്ടെന്നാണ് പറയുന്നത്. സാൻഡൽവുഡിൻ്റെ എയറിൽ. ശരിയാണ്, അങ്ങനെ ഒരു മണമുണ്ട്, ചന്ദനത്തടിയുടെ ഒരു മണം. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്യണം. യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം, വളരെ 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 യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം, ഫ്രഷ് പെർഫ്യൂമിൽ.